ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ കളിക്കുന്നത് ബേബിയിലാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ തന്നെ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യും ഗെയിമിലോട്ട് പോവാം ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബേബിക്കുട്ടൻ. ബേബിക്കുട്ടാ അപ്പോൾ ബേബിനെല്ലോ എന്നാണ് ഈ ചെറുക്കൻ്റെ പേര്. കാരണം പക്ഷേ ഈ ചെറുക്കൻ അച്ചിരി സീനാണ് ഗൈസ്. ചെറുക്കനാണെങ്കിൽ നമ്മൾ അസാധാരണ, നമ്മളിപ്പോൾ ബേബി സിറ്ററാണ്. അപ്പോൾ നമ്മൾ അസാധാരണത്തിൽ കാര്യങ്ങളൊക്കെയാണ് ഈ ചെറുക്കൻ ചെയ്യുന്നത്. നമ്മൾ തന്നെ നമുക്ക് ഫീഡ് ചെയ്തിട്ട് എൻ്റെ പൊന്നോ എൻ്റെ നാറ്റമാണ് ഗൈസ്. എല്ലാവരും ഒന്ന് മൂക്ക് പൊത്തിപ്പിടിച്ചോ, ഭയങ്കര നാറ്റമാണ് ഗൈസ്. അതായത് നമുക്ക് ചെറുക്കനെ ഇവിടെ ഇരുത്തിയിട്ട് നമുക്ക് നാപ്പി എടുക്കാൻ പോയി. ഇതിൻ്റെ പേര് നാപ്പി എന്നാണ്, നമ്മളെല്ലാം സ്നഗ്ഗി എന്നാണ് പറയുന്നത്. ചെറുക്കൻ അവിടെ ഗൈസ്, ഇവരെങ്ങനെ അവിടെ ചെന്ന് ഇവർ നടക്കാൻ പോലും അറിഞ്ഞുകൂടല്ലോ. ചിലപ്പോൾ മുട്ട അഴിഞ്ഞു പോയതാണെങ്കിൽ, എന്നാലും ഇത്ര സ്പീഡിലിങ്ങനെ മുട്ട അഴിഞ്ഞു പോകുന്നു അത് മനസ്സിലാവുന്നില്ല. എന്തായാലും ഇപ്പോൾ ടേക്ക് ടു പുട്ട് ദ ബേബി അതെന്ന് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. പിന്നെ സ്റ്റോറി വായിക്കാം. സ്റ്റോറിയൊക്കെ വായിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. എന്തായാലും വായിക്കാം ഗൈസ്. നമുക്ക് ഓടിച്ചോടിച്ച് വിടാൻ പറ്റും കേട്ടോ. എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ വായിക്കാതെ തന്നെ ഇങ്ങനെ വിടാനൊക്കെ കഴിയും ഗൈസ്. അത് നിങ്ങളൊന്ന് കളിച്ച് നോക്കുക. ബേബിനെല്ലോ എന്നാണ് ഈ ഗെയിമിൻ്റെ പേര്. നല്ല ഹൊററാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഇതിന് മുമ്പ് ഇതിൻ്റെ നൈറ്റ് 1, 2 ഒക്കെ കളിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഗെയിമിൻ്റെ അതിന് നമുക്ക് നേരെ ഒന്ന് ടി വി കാണണം. ടി വി കണ്ടിട്ട് എന്താ ചെയ്യുക? നമ്മളുടെ സാന്ത്വനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. സാന്ത്വനം അതാ ചിപ്പിതാ വരുന്നു സാന്ത്വനത്തിൽ. ചെറുക്കൻ എണീറ്റ് ബേബീനെ സെറ്റിൽ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് ഗൈസ്. എന്തായാലും നമുക്ക് ബേബീനെ സെറ്റിൽ ചെയ്യാൻ പോവാം. നമുക്ക് ബേബീനെ സെറ്റിൽ ചെയ്തിട്ട് അടുത്ത് നോക്കാം. ചെറുക്കൻ എവിടെ? ഇവ എങ്ങനെയാണ് എത്ര പെട്ടെന്ന് പോകണം? നമുക്ക് കാണാൻ പോലും പറ്റുന്നില്ലല്ലോ ഗൈസ്. ഇത് തന്നെ പ്രശ്നം ഗൈസ്. ഈ ചെറുക്കനെന്തോ പ്രേതബാധയുണ്ട്. അത് എന്നിട്ട് നമുക്ക് ബേബി സെറ്റ് ചെയ്യാൻ നമുക്ക് ഫ്ലാറ്റിലാണ് ഗൈസ് ആണെന്ന് തോന്നുന്നു. അത് വീട്ടിലോ എനിക്കറിഞ്ഞൂടാ ഗൈസ്. അപ്പോൾ നമുക്ക് വീണ്ടും കൊണ്ടിട്ടിട്ട് എന്താ കറക്റ്റ് പ്ലഷിന്ന് വെച്ചാൽ ഈ സാധനമാണോ? അതെ ഗൈസ്, ഇത് തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ലീവ് ആൻഡ് ഡോർ ക്ലോസ് ചെയ്യാം ഗൈസ്. നേരെ ഒന്ന് സാന്ത്വനം വീണ്ടും കാണാം ഗൈസ്. സാന്ത്വനം നമ്മൾ പോസ് ചെയ്ത് വെച്ചേക്കാണ്. ഇനി ഒന്നും കൂടി ഇരുന്ന് കാണാം ഗൈസ്. ഗൈസ് ഇനി ഒന്നും കൂടി ഇരുന്ന് കാണാം. എന്തായാലും ഉറങ്ങിപ്പോയി ഗൈസ്. നമ്മളിരുന്ന് കണ്ട് ഉറങ്ങിപ്പോയി അങ്ങ്. അപ്പോൾ എന്തായാലും ഞാൻ ടു പാർട്സായിട്ടാണ് ഇടുന്നത്. എന്തായാലും നിങ്ങൾ കളിച്ച് നോക്കുക ഗൈസ്. വീണ്ടും നമ്മളവിടെ വന്നിരിക്കുകയാണ്. നമ്മൾ അവിടെ കിടന്നല്ലേ ഉറങ്ങിയത്, പിന്നെ ഇങ്ങനെ ഇവിടെ വന്ന് അതെനിക്ക് മനസ്സിലായില്ല. പിന്നെ നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് ബോട്ടിൽ ഫൈൻഡ് ദ ബോട്ടില്ല, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഗൈസ്. കണ്ട ഹൊറർ തുടങ്ങി ഇതിനകത്തില്ല. ഇപ്പോൾ ഇതിനകത്ത് എങ്ങാനും കാണും. ഇപ്പം എവിടെ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതെവിടാ? വൈസ് ബോട്ടിൽ പറന്ന്. ഈ ബോട്ടിലൊക്കെ എങ്ങനെ പറക്കുന്നേ? ചെറുക്കനാ എങ്ങനെ ഇവിടെ വന്നിരുന്നേ? എന്നും മനസ്സിലായത് ഇത് കൺഫ്യൂഷൻ ഗെയിമാണ് ഭയങ്കര. നമുക്ക് ഇവനെ കൊണ്ട് ഇവിടെ ഇരുത്തിയിട്ട് നമുക്ക് നേരെ ഇവിടെ ടോയ്ലറ്റ് ഉണ്ടായത്, ടോയ്ലറ്റ് ഇട്ടാൽ പോരെ അവന്? വേണ്ട കേസ്. ഇതെന്ത് ചട്ടിക്ക് ജീവൻ വെച്ചാ? എൻ്റെ ദൈവമേ, ഇത് എന്ത് ഗെയിമാണ് ഇത്? പോണം അടുക്കളയിലെ പാത്രങ്ങളൊന്നും അടിച്ചു മറിച്ചിരുന്നു ഗൈസ്. ഇവിടെ ഈ ചട്ടിക്ക് നല്ല സ്പീഡുണ്ട്. ഇത് പെതലേക്കാ പോകണമെന്നൊരു പിടുത്തമില്ല. അവൻ നമ്മുടെ ബേബിയുടെ റൂമിലേക്ക് പോയി ഗൈസ്. ഇവിടെ പോകണം. കിട്ടി. എവിടെങ്കിലും ചെന്നൊന്ന് നിൽക്കടേ. ഇത് നമ്മുടെ പണി കളയാമെന്ന് തോന്നുന്നത്. ബെസ്റ്റ് ചുമരത്തുനിന്ന് ഇടിച്ച് പാടമായി നമ്മുടെ. ഇതിന് തലയിൽ നക്ഷത്രം കറങ്ങുന്നുണ്ട്. അതായത് ഇപ്പോൾ ഇതിൻ്റെ ബോധം വരും. അവിടെ നിന്നും എമർജൻസി സിറ്റുവേഷൻ ബ്രേക്ക് ദ ഗ്ലാസ് എന്ന് എഴുതിയേക്കുന്നത് അതൊന്നും അറിയില്ല ഗൈസ്. എന്തെങ്കിലും എമർജൻസി വരുമ്പോൾ ചെയ്താൽ പോരെ. നമുക്ക് എന്തായാലും ഈ ചട്ടി എടുത്ത് ചെറുക്കനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്തായാലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറുക്കനെ കൊണ്ട് പറക്കുമോ? ഇല്ല. കാര്യം ഗൈസ് ഗായ്സ് അതെന്തുകൊണ്ടാണ് എനിക്കൊന്നും മനസ്സിലായില്ല ഗൈസ്. ഞാൻ സാധാരണ പോലെ കൊണ്ടുവരികയായിരുന്നു, പെട്ടെന്ന് അതിങ്ങനെ പോയി ഗൈസ്. എന്തായാലും ഞാൻ പേടിച്ചതല്ലേ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഗൈസ്. എന്തായാലും സബ്സ്ക്രൈബും ലൈക്ക് എന്തായാലും ചെയ്യാൻ മറക്കരുത്. ഒരിക്കലും മറക്കരുത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത്ര കഷ്ടപ്പെട്ട് ചെയ്തിട്ട് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഗൈസ്. സബ്സ്ക്രൈബ് അങ്ങ് ഞെക്ക്. അപ്പോൾ എന്തായാലും നമുക്കിത് പ്രിൻസ് ആൻഡ് ദ റാബിറ്റ് നമുക്ക് എന്തായാലും ഒന്ന് വായിച്ച് നോക്കാം. ഹോപ്പ് ചെറുക്കൻ തട്ടിക്കളഞ്ഞ് അവന് വായിരിക്കണുണ്ടോ എന്നും പറഞ്ഞത്.
എനിക്ക് ചെറുക്കണത്ര പിടിക്കണില്ല. എന്തോ റാബിറ്റല്ലേ? ഓക്കെ, റാബിറ്റ് തന്നെ. ഈ റാബിറ്റിനൊക്കെ ഇരിക്കുന്നുണ്ട് എന്താ പോലെ. കണ്ടിന്യൂ റീഡിങ്. ഞാൻ കരുതി ഇപ്പോൾ ഡോർ അടച്ച് പോകാനായിരിക്കും. ഇവിടെ സൈഡിൽ എഴുതി കാണിക്കുന്നുണ്ട് ഗൈസ്. ചെറുക്കനെ കൂടെ കാണിച്ചിട്ടാണ് നമ്മൾ വായിക്കുന്നത്. ത്രോ ഡാർക്ക് കോറിഡോർസ് ദ പ്രിൻസ് ആൻഡ് കുഡ് ക്യാച്ച് ഹർ. അപ്പോൾ എന്തായാലും നമുക്ക് 2 ഭാഗം വായിച്ച്. ചെറുക്കം ഉറങ്ങി. പ്ലഷ് എന്തി? ഞാനങ്ങ് ഡോർ അടച്ചേക്കാം. ഗൈസ്, അങ്ങനെ നമുക്ക് വീണ്ടും സാന്ത്വന സീരിയൽ കാണാം. ഇപ്പം പകുതി സീരിയൽ സീനേ ആയുള്ളൂ. ദേവി അങ്ങ് എവിടെയാണെന്ന് അറിഞ്ഞൂടാ ഗൈസ്. ഒന്ന് പിന്നെ ഒരു സൗണ്ട്. ആ ഡോറിൽ ഒന്ന് ബെല്ലടിക്കുന്നു. അതെ ഗൈസ്. ഗൈസ്, ഇവിടെ ഒന്നും ആരും ഇല്ലല്ലോ. ഏടാ ഗൈസ്, നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ ഇനി വരുമ്പോൾ അവിടെ നമ്മൾ ആ ബേബിയുടെ കൈ കൊടുത്ത മറ്റേ റാബിറ്റിൻ്റെ പാവയുണ്ടായിരുന്നു. ആ പാവയുടെ ഇതാണോ ഇത്? എന്നാ പഞ്ഞിയാണ് കിടക്കുന്നത്. ഇപ്പോൾ തുറക്കാനും കഴിയുന്നില്ല ഗൈസ്. ആ റാബിറ്റ് അവിടെ ഉണ്ടായിരുന്നു. എന്തോ സീനുണ്ട് ഗൈസ്, എനിക്കെന്തൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ നമുക്ക് വീണ്ടും സാന്ത്വന സീരിയൽ കാണാം. സാന്ത്വനം കണ്ട് മടുത്ത്. ഇനി വേറെ വല്ല സിനിമ കാണാം. അപ്പോൾ എന്തായാലും ഗൈസ്, നമ്മുടെ വീഡിയോ ഇത്രയുള്ള വേണമെങ്കിൽ കമൻറ്റ് ബിലോ.